യേശു എനിക്കെത്ര നല്ലവനാം, ക്ലേശമിഷാദിന്നെ കാത്തവനാം. യേശു എനിക്കെത്ര നല്ലവനാം, ക്ലേശമിഷാദിന്നെ കാത്തവനാം. താഴ്ചകൾ വന്നാലും വീഴ്ചകൾ വന്നാലും താങ്ങി നടത്തുവാൻ വല്ലഭനാം. താഴ്ചകൾ വന്നാലും വീഴ്ചകൾ വന്നാലും താങ്ങി നടത്തുവാൻ വല്ലഭനാം. എക്കാലത്തും തൻ ഭക്തരെ തൃക്കൈയാൽ താങ്ങി നടത്തുമവൻ. കഷ്ടതയിൽ നൽകുന്നതാം ദുഃഖത്തിലാശ്വാസദായകനാം. കഷ്ടതയിൽ നൽകുന്നതാം ദുഃഖത്തിലാശ്വാസദായകനാം. ഉള്ളം കാലെങ്ങും പ്രയാസം വന്നാൽ ഉണ്ടെനിക്കഭയസ്ഥാനമുണ്ട്. ഉള്ളം കാലെങ്ങും പ്രയാസം വന്നാൽ ഉണ്ടെനിക്കഭയസ്ഥാനമുണ്ട്. ഉറ്റവ സ്നേഹിതർ വിട്ടുപോയെന്നാലും ഉന്നതന്മാരില്ല കൈവിടില്ല. ഉറ്റവർ സ്നേഹിതർ വിട്ടുപോയെന്നാലും ഉന്നതന്മാരില്ല കൈവിടില്ല. എക്കാലത്തും തൻ ഭക്തരെ തൃക്കൈയാൽ താങ്ങി നടത്തുമവൻ. കഷ്ടതയിൽ നൽകുന്നതാം ദുഃഖത്തിലാശ്വാസദായകനാം. കഷ്ടതയിൽ നൽകുന്നതാം ദുഃഖത്തിലാശ്വാസദായകനാം. ആഴിയിൽ പാതയൊരുക്കുമവൻ. ആശ്രിതർക്കാപത്തൊഴിക്കുമവൻ. ആഴിയിൽ പാതയൊരുക്കുമവൻ. ആശ്രിതർക്കാപത്തൊഴിക്കുമവൻ. ആദിവ്യ പാദത്തിൽ ആശ്രയിച്ചോരാരും ആലംബഹീനരായി തീർന്നതില്ല. ആദിവ്യ പാദത്തിൽ ആശ്രയിച്ചോരാരും ആലംബഹീനരായി തീർന്നതില്ല. എക്കാലത്തും തൻ ഭക്തരെ തൃക്കൈയാൽ താങ്ങി നടത്തുമവൻ. കഷ്ടതയിൽ നൽകുന്നതാം ദുഃഖത്തിലാശ്വാസദായകനാം. കഷ്ടതയിൽ നൽകുന്നതാം ദുഃഖത്തിലാശ്വാസദായകനാം. എക്കാലത്തും തൻ ഭക്തരെ തൃക്കൈയാൽ താങ്ങി നടത്തുമവൻ. കഷ്ടതയിൽ നൽകുന്നതാം ദുഃഖത്തിലാശ്വാസദായകനാം. കഷ്ടതയിൽ നൽകുന്നതാം ദുഃഖത്തിലാശ്വാസദായകനാം. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 29:11 വാക്യം. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രയുള്ള നിരൂപണങ്ങൾ എന്ന് യഹോവയുടെ അരുളപ്പാട്. ജീവവചന പ്രഭാത ധ്യാന ചിന്തയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. സകല സ്വപ്നങ്ങളും തകർക്കപ്പെട്ടുവോ
എന്നൊരു വിഷയമാണ് നാം ചിന്തിക്കുന്നത്. കൂടപ്പിറപ്പുകളെ, ദൈവഭക്തിയുള്ള ഒരു ദൈവ പൈതൽ ആഗ്രഹിക്കുന്നത് ദൈവഹിതപ്രകാരമുള്ള ഒരു ശുഭഭാവി, ഭാവി ജീവിത നിലവാരം എനിക്കുണ്ടാകണം എന്നുള്ളതാണ്. എന്നാൽ തൻ്റെ ജീവിതത്തിൽ തൻ്റെ പ്രതീക്ഷയ്ക്ക് വിപരീതമായി എന്തെങ്കിലും സംഭവിച്ചാൽ താൻ ആകെ അസ്വസ്ഥത പ്രകടമാക്കുകയും ചെയ്യും. ദൈവഹിതപ്രകാരമുള്ള ഒരു ശുഭഭാവിയിലേക്ക് ദൈവം ഒരുവനെ നയിക്കുന്നത് ദൈവത്തിൻ്റെ മാത്രം പദ്ധതി പ്രകാരവും അതിനുള്ള വഴിയിൽ കൂടിയുമാണ്. ആ വഴി മനുഷ്യന് നിശ്ചയിക്കുവാൻ അനുവാദമില്ല. ആ വഴിയിൽ കൂടി നാം നടത്തപ്പെടുമ്പോൾ അസ്വസ്ഥതകൾ പ്രകടിപ്പിച്ചിട്ട് കാര്യമില്ല. തന്നെയുമല്ല, ദൈവഗതപ്രകാരമുള്ള ശുഭഭാവി വെളിപ്പെടുവാൻ കാലതാമസം വരുത്തുകയും കൂടിയായിരിക്കും ചെയ്യുക. ദൈവഹിതം അംഗീകരിക്കുക എന്നത് വളരെയേറെ പ്രയാസമുള്ള കാര്യമായി പലർക്കും തോന്നുവാനിടയാകാറുണ്ട്. ജീവിത നിലവാരത്തെ തളർത്തിക്കളയുമെന്ന് തോന്നുമാറുള്ള കാര്യങ്ങളായിരിക്കാം ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ സംഭവിച്ചത്. നിങ്ങളുടെ ജീവിതത്തിലെ സ്വപ്നങ്ങളാകാം തകർന്ന് തരിപ്പണമായത്. എന്നാൽ എപ്പോഴൊക്കെ ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുകയില്ല എന്ന് കരുതിയ, ഒരിക്കലും സംഭവിക്കരുതെന്ന് ആഗ്രഹിച്ച കാര്യങ്ങൾ സംഭവിച്ചുവോ, എപ്പോഴൊക്കെ നിങ്ങളുടെ ജീവിത സ്വപ്നങ്ങൾ തകർന്ന് തരിപ്പണമാക്കപ്പെട്ടുവോ, അതൊക്കെ കാണുന്ന, അറിയുന്ന, അതിനനുവദിച്ച ഒരു ദൈവം നിങ്ങൾക്ക് ഉണ്ടെന്ന് വിസ്മരിച്ചു പോകരുത്. നിങ്ങൾ അവങ്കൽ ആശ്രയിക്കുന്നുവെങ്കിൽ, ദൈവത്തെങ്കിൽ ആശ്രയിക്കുന്നുവെങ്കിൽ, അവനിൽ എല്ലാ പ്രതീക്ഷകളും പ്രത്യാശയും അർപ്പിക്കുന്നുവെങ്കിൽ, പ്രിയരെ, തകർക്കപ്പെട്ട സ്വപ്നങ്ങൾക്ക് പകരം അതിലും ശ്രേഷ്ഠകരമായതൊന്ന് എവിടെ തകർക്കപ്പെട്ടുവോ അവിടെ തന്നെ അവൻ പുതിയതൊന്ന് നിങ്ങളുടെ തകർക്കപ്പെട്ട താഴ്മയുള്ള ഹൃദയത്തിൻ്റെ മേൽ പണിയും. ദൈവം തകർക്കുന്നവൻ മാത്രമല്ല, പണിയുന്നവനും കൂടിയാണ്. അവൻ ആരെയാണ്, എവിടെയാണ് പണിയുന്നത്? തകർക്കപ്പെട്ട ഹൃദയത്തിന്മേലാണ് പണിയുന്നത്. തകർന്നും നുറുങ്ങിയുമുള്ള ഹൃദയത്തെ അവൻ നിരസിക്കുകയില്ല എന്ന് ദൈവത്തിൻ്റെ വചനം വെളിപ്പെടുത്തുന്നു. അവങ്കൽ ഏൽപ്പിക്കപ്പെടുന്നവരെയാണ് അവൻ പണിയുന്നത്. ഏൽപ്പിക്കുന്നതിനെ പണിയും, ഏൽപ്പിക്കാത്തതിനെ പൊളിച്ചു കളയും അല്ലെങ്കിൽ ഇടിച്ചു കളയും എന്നും തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നു. യഹോവയുടെ പ്രവൃത്തികളെയും അവൻ്റെ കൈവേലയെയും അവർ വിവേചിക്കായികൊണ്ട് അവൻ അവരെ പണിയാതെ ഇടിച്ചു കളയും എന്ന സങ്കീർത്തനം 28 നമുക്ക് വായിക്കും. ദൈവം നമ്മുടെ സ്വപ്നങ്ങളെ തകർത്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു ഉദ്ദേശമുണ്ട്. അത് അവൻ്റെ നമ്മുടെ മേലുള്ള പണിയപ്പെടലിൻ്റെ ഒരു ഭാഗമാണ്. ആ പ്രവൃത്തിയെയും അവൻ്റെ തുടർന്നുള്ള കൈവേലയെയും നാം വിവേചിച്ചറിയാൻ താല്പര്യപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അവൻ നിങ്ങളുടെ സ്വപ്നത്തെ തകർത്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയതൊന്ന് പണിയുവാൻ, നിങ്ങളെ അതിലേക്ക് പ്രവേശിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഏൽപ്പിച്ചു കൊടുക്കുക. സൃഷ്ടിക്ക് സൃഷ്ടിതാവിനെ ചോദ്യം ചെയ്യുവാനോ സൃഷ്ടിതാവിൻ്റെ പ്രവൃത്തിയെ തടയുവാനോ എന്തവകാശം? കുശവന് കളിമണ്ണിന് മേൽ ലക്ഷ്യമുണ്ട് എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. നിങ്ങളെ ഉടച്ചു കളഞ്ഞിടത്ത്, നിങ്ങളുടെ സ്വപ്നങ്ങളെ തകർത്ത് കളഞ്ഞിടത്ത് പുതിയതൊന്ന് നിങ്ങളുടെ ഉടയവൻ്റെ ലക്ഷ്യമാണ്. യെശയ്യാപ്രവചനത്തിൽ വായിക്കുന്നു, മുൻപുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, അതിപ്പോൾ ഉത്ഭവിക്കും, നിങ്ങളത് അറിയുന്നില്ലയോ? പ്രിയ ദൈവം നിങ്ങളുടെ ശുഭഭാവിക്കുള്ളത് കരുതിയിട്ടുണ്ട്. അതവൻ അറിയുന്നു എന്ന ഉറപ്പ് അവൻ നൽകിയിട്ടുണ്ട്. നാം അതുകൊണ്ട് ആകുലപ്പെടേണ്ട കാര്യമില്ല. നിങ്ങളുടെ നാളെ എന്ന ദിനങ്ങൾ എന്തായിത്തീരുമെന്ന് ഓർത്ത് നിങ്ങൾ ഇന്ന് വെപ്രാളപ്പെടേണ്ട. ഒരിക്കലും നടക്കരുതെന്ന് ചിന്തിച്ചിരുന്ന കാര്യം സംഭവിച്ചതുകൊണ്ടോ, എല്ലാം തകർക്കപ്പെട്ടല്ലോ എന്ന് കാണുന്നത് കൊണ്ടോ, എൻ്റെ സ്വപ്നങ്ങളെല്ലാം തകർന്നല്ലോ എന്ന് ആശങ്കപ്പെടുന്നത് കൊണ്ടോ നിങ്ങൾ തീർന്നു പോയി എന്ന് കരുതണ്ട.
നിങ്ങൾക്ക് വേണ്ടിയുള്ള ദൈവഹിതപ്രകാരമുള്ള വഴിയിൽ കൂടി നിങ്ങൾ നടത്തപ്പെടുകയാണ് എന്ന് തിരിച്ചറിഞ്ഞ് നിങ്ങളെ നടത്തുന്ന ദൈവത്തിന് അറിഞ്ഞുകൊണ്ട് സ്തോത്രം പാടുവാൻ താല്പര്യപ്പെടുക. നിങ്ങൾക്ക് വേണ്ടിയുള്ള ദൈവിക പദ്ധതിയെക്കുറിച്ച് ദൈവത്തിന് നല്ല ഉറപ്പുണ്ട്. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രയുള്ള നിരൂപണങ്ങൾ എന്ന് ഞാൻ അറിയുന്നു എന്ന ദൈവവചനം പറയുന്നത് നമുക്ക് എത്രയോ ആശ്വാസവും ധൈര്യവും നൽകുന്ന വചനമാണ്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചുവെന്ന് നിങ്ങൾ അറിയുന്നില്ല എങ്കിൽ ദൈവം നന്നായി അറിയുന്നു എന്ന് ഉറച്ചു വിശ്വസിക്കുക. അവൻ നിങ്ങളെ ഒരു നാളും കൈവിട്ട് കളയുകയില്ല. കൂടപ്പിറപ്പുകളെ, ദൈവം സ്നേഹമായതിനാൽ തകർന്നു പോയതിനേക്കാൾ വലുതും അത്ഭുതകരമായതും അവൻ നിങ്ങൾക്കായി കരുതിയിട്ടുണ്ട്, ഒരുക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് നന്മയായുള്ളതൊന്നും ദൈവം നിങ്ങളിൽ നിന്ന് എടുത്തു കളയുകയില്ല. എന്തെങ്കിലും എടുത്തു കളഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും തകർത്തു കളഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും മുടക്കിയിട്ടുണ്ടെങ്കിൽ അവ നിങ്ങൾക്ക് നന്മയായിരുന്നില്ല, തിന്മയായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞ് ദൈവത്തിൻ്റെ നിങ്ങളോടുള്ള സ്നേഹത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യാൻ നിങ്ങൾക്ക് കഴിയണം. അവൻ നിങ്ങളിലുള്ള സകല മാലിന്യങ്ങളെയും കീടങ്ങളെയും നീക്കി ഏറ്റവും മനോഹരമായി പണിയുവാൻ ആഗ്രഹിക്കുന്നവനാണ്. അവൻ നിങ്ങളുടെ ഹൃദയത്തിലെ ആഴമായ ആഗ്രഹങ്ങളെ നിറവേറ്റി തരുവാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. അത് പ്രതീക്ഷിക്കുക. അതായത് ദൈവഹിതപ്രകാരമുള്ള ശുഭഭാവി പ്രതീക്ഷിക്കുക, കാത്തിരിക്കുക. നിങ്ങളെക്കുറിച്ചുള്ള സകല ദൈവഹിതവും അംഗീകരിക്കുക. പ്രാർത്ഥനയ്ക്കായി കണ്ണുകളെ അടയ്ക്കുക. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസം ദൈവവചനം കേട്ട് പ്രാർത്ഥനയ്ക്കായി തലവണക്കിരിക്കുന്ന കുഞ്ഞുങ്ങളെ കർത്താവ് ഇന്ന് പകലിൽ അനുഗ്രഹിക്കണമേ. ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു കൊടുത്ത് അവരുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്തെടുക്കുവാൻ ആഗ്രഹിക്കുന്ന പ്രവൃത്തി ചെയ്തെടുക്കേണ്ടതിന് വേണ്ടി സമർപ്പിച്ചു തരുമ്പോൾ കർത്താവേ, അങ്ങയ്ക്ക് അവരോടുള്ള സ്നേഹം എത്രത്തോളം വലുതെന്ന് തിരിച്ചറിയുവാനും അത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കുവാനും കഴിയുന്ന നിലവാരത്തിൽ അത്ഭുതങ്ങളായ അടയാളങ്ങളായി ഉദ്ധരിച്ചു മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കുഞ്ഞുങ്ങൾ വിടുവിക്കപ്പെടട്ടെ. തകർന്നു പോയല്ലോ, തീർന്നു പോയല്ലോ എന്ന് കരുതി തങ്ങളെ തന്നെ കൈവിട്ട് കളയുന്നവരായിട്ടല്ല കർത്താവേ. എൻ്റെ കർത്താവ് ജീവിക്കുന്നവനാകിയാൽ, എൻ്റെ കർത്താവ് എന്നെ അറിയുന്നവനാകിയാൽ, എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി വലിയവ ചെയ്യുന്നവനാകിയാൽ അവൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി തന്നെ ഞാൻ കാത്തിരിക്കുമെന്നുള്ള ഉത്തമ ബോധ്യത്തോടെ, വിശ്വാസത്തോടും പ്രത്യാശയോടും പ്രതീക്ഷയോടും ദൈവസന്നിധിയിലായിരിക്കാൻ എല്ലാവരും സഹായിക്കണം. ഇന്നിൻ്റെ മറുപടികളും വിടുതലുകളും ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ ചൊരിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട മൺകൃപയ്ക്കായി സ്തോത്രം കർത്താവേ. മഹത്വം അങ്ങയ്ക്ക്. സകലത് ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശുക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ താഴ്മയോട് അപേക്ഷിക്കുന്നു. ദയതോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയരെ, വചനങ്ങളാൽ പരിശുദ്ധനായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്നതിനാൽ അവൻ്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം. മാറാനാഥ. കൈയാൽ താങ്ങി നടത്തുമാറും കഷ്ടതയിൽ അത്ഭുതത്താൽ ദുഃഖത്തിൽ ആശ്വാസദായകൻ താൻ. കഷ്ടതയിൽ അത്ഭുതത്താൽ ദുഃഖത്തിൽ ആശ്വാസദായകൻ ആഴിയിൽ പാതയൊരുക്കുമാവൻ ആശ്രിത കാപത്തൊഴിക്കുമാവൻ ആഴിയിൽ പാതയൊരുക്കുമാവൻ ആശ്രിത കാപത്തൊഴിക്കുമാവൻ ആദിയ പാദത്തിൽ ആശ്രയിച്ചോരാരും ആനന്ദഹീനരായി തീർന്നതില്ല. ആദിയ പാദത്തിൽ ആശ്രയിച്ചോരാരും ആനന്ദഹീനരായി തീർന്നതില്ല. എക്കാലത്തും തൻ ഭക്തരെ
കഷ്ടതയിൽ നൽകുണതാം ദുഃഖത്തിനാശ്വാസദായകൻ എക്കാലത്തും തൻ ഭക്തരെ തൃക്കൈയാൽ താങ്ങി നടത്തുമാവൻ കഷ്ടതയിൽ നൽകുണതാം ദുഃഖത്തിനാശ്വാസദായകൻ കഷ്ടതയിൽ നൽകുണ